ഹലോ അസ്സാം വലൈക്കും. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ സ്കൂളില്ലാത്ത ദിവസമാണ്. മദ്രസയും ഇല്ല, സ്കൂളിലും പഠിത്തമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ വീഡിയോയാണ്. അപ്പോൾ ഇതേ മുറ്റമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നില്ലേ. തലേന്ന് വൈകുന്നേരം നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ടച്ച് വെട്ടാനൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെട്ടി നമ്മുടെ മുറ്റവും വഴിയും എല്ലാം ഇങ്ങനെ ചവറ് ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണും ചില്ലകളെല്ലാം അങ്ങനെ കുറേ വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ മരച്ചില്ലകളെല്ലാം ലൈനിൽ തട്ടിയൊക്കെ നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും ചെറിയ തീപ്പൊരി പോലെ വരത്തില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞിട്ടുണ്ട്. ആ ചില്ലകളെല്ലാം ആ ഭാഗത്തുള്ള മാവിൻ്റെ ചില്ലകളാണ് കേട്ടോ കൂടുതലും ലൈനിലോട്ട് തട്ടി നിന്നത്. അപ്പോൾ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പടപടാ പൊട്ടുന്ന സൗണ്ടാണ്, ചെറിയ തീപ്പൊരി പോലെയൊക്കെ വരുമായിരുന്നു. അപ്പോൾ എന്തായാലും ലൈനൊക്കെ വെട്ടി ടച്ചൊക്കെ വെട്ടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസമായി. അപ്പോൾ കേബിളിൻ്റെ വള്ളി പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊരു കുരിശാണ്. ഇനി കേബിളുകാർ വന്നിട്ട് വേണം അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം അങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റത്തില്ല, ആ വിധത്തിൽ ഇങ്ങനെ താഴ്ന്ന് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ചില്ലകളിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കുമായിരുന്നു. അപ്പം ചില്ല ഒടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ താഴോട്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ അനിയത്തി മുറ്റമൊക്കെ അടിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് വീടിൻ്റെ ബാക്ക് വശങ്ങളിലൊക്കെ കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇച്ചിരി ഫുള്ള് മഴയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ ഇങ്ങനെ തോർന്നും വീണ്ടും അങ്ങനെ എരച്ചുകൊണ്ട് വരും, അങ്ങനെയൊക്കെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുറ്റമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ രാവിലത്തെ ഒരു കൊട്ടപ്പണി എന്ന് പറയുന്നത് മുറ്റപടിയായിരുന്നു. നമുക്ക് ഇച്ചിരി വെയിലടിച്ചെങ്കിൽ മാത്രമേ നല്ലതുപോലെ തൂത്താൽ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു വലിയ മെനക്കേടാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂത്ത് കഴിഞ്ഞാൽ വരത്തില്ല. ഇതുപോലെ ചെറിയത് ഒടിഞ്ഞ് കിടക്കുന്നില്ലേ, അതൊക്കെ നുള്ളിപ്പറക്കി കളയാവുന്നേ ഉള്ളൂ. പക്ഷേ ഇലകൾ മണ്ണിലങ്ങ് പറ്റി പിടിച്ച് കിടക്കുകയാണ്. ഒരിച്ചിരി തോർച്ച കണ്ടിട്ട് ഒരിച്ചിരി വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് ഫ്രണ്ട് വശമല്ലേ, അപ്പോൾ മഴയൊന്നും ഒതുങ്ങി അടുത്ത ഇരുട്ടടച്ച് വരുന്ന കണ്ടില്ലേ, നല്ല ഇരുട്ടായി കിടക്കുകയാണ് കേട്ടോ. അടുത്ത മഴയുടെ ഒരു കോളാണിത്. അപ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് അടിക്കാമെന്ന് കരുതിയിട്ടാണ് അവൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു മുറ്റമൊക്കെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ മഴയായതുകൊണ്ട് മുറ്റമടി നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചവറും കൂടെയൊക്കെ വീണ് കഴിഞ്ഞാൽ ആകെ നശിച്ച് അട്ട കരുതി ഇരിക്കാൻ വയ്യ കേട്ടോ. അട്ടകളെ പറക്കി കളയലാണ് മെയിൻ ജോലി എന്ന് പറയുന്നത്. മണ്ണെണ്ണയൊക്കെ തേച്ചിട്ടൊന്നും കാര്യമില്ല, അട്ടകളാണ് മെയിൻ ശല്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ചവറും കൂടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട, ഭയങ്കരമായിട്ട് ഉള്ള ഒരിടങ്ങേറായിട്ട് മാറും. അങ്ങനെ മഴയൊന്ന് ചാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അകം തന്നെ കണ്ടില്ലേ, എല്ലാം വലിച്ചു വാരി വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് പോയതാണെങ്കിലും ചെറുതിവിടെ ഉള്ളത് കൊണ്ട് എല്ലാം വൃത്തികേടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുറേ പേപ്പറും നുണ്ടും എല്ലാം ഉണ്ടായിരുന്നു. എന്തുവാന്ന് കഴിഞ്ഞാൽ ഇവിടെ വെട്ടിപ്പടിക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെയോ പടം വരയ്ക്കുക, അത് വെട്ടിയെടുക്കുക, അതിൻ്റെ പുറകിലൊക്കെ ആയിരുന്നു രാവിലെ എണീറ്റ പടം ഇതായിരുന്നു കേട്ടോ പണി. എന്തൊക്കെയോ പടം വരച്ചിട്ട് അതിങ്ങനെ വെട്ടിക്കളിക്കുമായിരുന്നു സ്വന്തമായിട്ട്. അപ്പോൾ ഞാൻ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് വേണം, അരി അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടോ. പുട്ടായിരുന്നു രാവിലെ, പുട്ടും പഴവും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ടാണ് രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. തുടയ്ക്കാൻ ഞാൻ നിന്നില്ല, ഒന്ന് തുടയ്ക്കണം, കാരണം ഈ ചെളിയൊക്കെ ചവിട്ടിയിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ എപ്പോഴും ചവിട്ടി തേച്ച് വൃത്തികേടാക്കിയിടും. അപ്പോൾ ഒരിച്ചിരി വെട്ടം കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അകമൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ അങ്ങോട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ജോലി അവിടെ അങ്ങ് വിട്ടു. അപ്പോൾ ഇത് നമ്മുടെ വീടിന് പുറകുവശത്തെ തെങ്ങാണ് കേട്ടോ. ഈ ഒരു തെങ്ങ് മാത്രമേ നിൽപ്പുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മളിങ്ങനെ ഓരോ കാരണങ്ങളെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഇപ്പോൾ ഒരു കാരണമുള്ളത് കൊണ്ടാണ് മുറിക്കുന്നത്. അപ്പോൾ മഴയും കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ഒരു പേടി, തെങ്ങെങ്ങാനും മറിഞ്ഞ് വീഴുമോ വീടിൻ്റെ മുകളിലെന്നൊക്കെ ആയിട്ടൊരു പരാതിയൊക്കെ ആയതുകൊണ്ട് തെങ്ങ് മുറിക്കാൻ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെങ്ങ് മുറിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തെങ്ങ് മുറിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ട് അതിലിങ്ങനെ കരിക്കിൻ്റെ പരുവം ആവാത്ത വെള്ളയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. കരിക്കിനൊക്കെ മുന്നേ നമ്മൾ തേങ്ങ ഇങ്ങനെ ആയി വരത്തില്ലേ, പൊട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളയ്ക്കയായിരുന്നു. അത്യാവശ്യം വലിയ തേങ്ങയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം പോലും കുടിക്കാനായിട്ട് കൊള്ളത്തില്ലായിരുന്നു. കാരണം
അത്രയ്ക്ക് നല്ല മധുരം വെച്ചില്ല. അതിന് മുന്നേ നമ്മുടെ തെങ്ങിന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിരുന്നു കേട്ടോ കുറേ സമയം. ഈ ഓലയൊക്കെ വെട്ടിയെടുക്കാനും ഇതൊക്കെ നമുക്ക് ചൂലൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകിലായിരുന്നു കുറച്ച് സമയം. പിന്നെ അടുക്കളയിലോട്ട് വന്നു. മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഒന്നും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട്, വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാഴക്കൂമ്പ്, വാഴച്ചുണ്ട് എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ. അപ്പോൾ അതൊന്ന് കൊത്തി അരിഞ്ഞ് ഉമ്മച്ചി തന്നിട്ടുണ്ടായിരുന്നു. വലയൊക്കെ കളയുന്ന മുന്നേ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 2 കൈയിലും കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതിൻ്റെ വല നമുക്ക് നീക്കം ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങയും കാന്താരി മുളകും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് ഒതുക്കി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, കടുകില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ലേശം വെള്ളവും കൂടെ ഒന്ന് കുടഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. നമുക്കിതിന് പയറൊക്കെ ഉണ്ടെങ്കിൽ വൻപയറോ ചെറുപയറോ ഏത് പയറാണെങ്കിലും നമുക്കൊന്ന് വേവിച്ചിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ വെറുതെ വെച്ചാലും നല്ല ടേസ്റ്റാണ്, ആ ഒരു ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.